ഇന്ത്യൻ റെയിൽവേയിൽ സെക്ഷൻ കൺട്രോളർ ആകാം. എന്താ ഈ സെക്ഷൻ കൺട്രോളർ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നേരിട്ട് കാണുന്ന ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളൊന്നുമല്ല അല്ലെ. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ക്ലർക്ക് എന്ന് പറയുമ്പോഴോ ഗാർഡ് എന്ന് പറയുമ്പോഴോ ടി എന്ന് പറയുമ്പോഴോ എല്ലാം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. ഈ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ ഈ സെക്ഷൻ കൺട്രോളർ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആളെ, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആളെ കാണാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വർക്കിംഗ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫീസിൽ ഇരുന്നിട്ടാണ്. ഇവരെവിടെ ഇരുന്ന വർക്ക് ചെയ്യുക? ഡിവിഷൻ ഓഫീസിൽ. ഇപ്പോൾ പാലക്കാട് ഡിവിഷനിലാണെങ്കിൽ പാലക്കാടിൽ, ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്ത്, അങ്ങനെ അവരവരുടെ ഡിവിഷൻ ഓഫീസുകളിൽ ഇരുന്ന് ഒരു ദിവസം 6 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? സെക്ഷൻ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ആ പേര് പറയുന്നത് പോലെ തന്നെ ഒരു സെക്ഷൻ മൊത്തം എന്തുണ്ടാവും? ഇവിടെ അണ്ടറിലുണ്ടാവും. ആ ഒരു സെക്ഷനിലെ മൊത്തം ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അതായത് മൊത്തം ട്രെയിൻസിന്റെ മൂവ്മെന്റ്, ഗുഡ്സ് ട്രെയിൻസിന്റെ മൂവ്മെന്റ്, ലോക്കോസ് മാത്രമായിട്ട് ഇല്ലേ, ലോക്കോ മാത്രമായിട്ട് നിങ്ങൾ പോകുന്നത് കണ്ടിട്ടില്ലേ? ലോക്കോസ് മാത്രമായിട്ടുള്ള മൂവ്മെന്റ്, ഏത് ട്രാക്കിലാണ് വണ്ടി റിസീവ് ചെയ്യേണ്ടത്, ഗുഡ്സ് ട്രെയിൻ എത്ര നേരം എവിടെ പിടിച്ചിടണം, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് വിടണം എന്നുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു ബേർഡ് ഐ വ്യൂ എടുത്തുകൊണ്ട് കുറച്ചധികം സ്റ്റേഷൻസിലെ ട്രാഫിക് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്ഷൻ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ഓരോ ട്രെയിനും വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ട്രെയിനും നമ്മൾ വിടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സെക്ഷൻ കൺട്രോളർക്ക് ടൈം കൊടുക്കണം. ഇന്ന സമയത്ത് ഇത് വന്നു, ഇന്ന സമയത്ത് ഇത് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ തലപ്പത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്ഷൻ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. 6 മണിക്കൂർ ജോലി ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 6 മണിക്കൂർ കൃത്യമായിട്ട് വളരെ ആക്യുറസിയോട് ജോലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്, സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവരുടെ ജോലി ഒരു ദിവസം 6 മണിക്കൂർ മാത്രമാക്കി ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. മുമ്പൊക്കെ ഈ പറയുന്നത് പോലെ ഈ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് RRB NTPC-യിലൂടെയും അല്ലെങ്കിൽ പ്രൊമോഷനിലൂടെയൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്? റിക്രൂട്ട് ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ RRB എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാനും സെപ്പറേറ്റ് ആയിട്ട് എക്സാംസ് നടത്താനും തുടങ്ങി. അതുകൊണ്ട് തന്നെ സാധാരണ നടക്കുന്ന RRB പരീക്ഷകളുടെ സിലബസ് പോലെയോ പരീക്ഷകളുടെ ഒരു പാറ്റേണോ അല്ല എന്ത് ഫോളോ ചെയ്യുന്നത്? ഈ പറയുന്ന സെക്ഷൻ കൺട്രോളർ പരീക്ഷയുടെ സിലബസ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ പാറ്റേൺ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ RRB ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ സെക്ഷൻ കൺട്രോളർ ആരാണ്, എന്താണ്, എന്തൊക്കെയാണ് ജോലി എന്നുള്ള കാര്യം എന്ത് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ നോട്ടീസ് വരുന്നത് ജൂൺ 27-ാം തീയതിയാണ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് വന്നത്. ആൻഡ് ഇതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് ജൂലൈ 15-ാം തീയതിയാണ്. ആൻഡ് ഒരു മാസം ആസ് യൂഷ്വൽ RRB 30 ദിവസത്തെ സമയമാണ് തന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 14-ാം തീയതി വരെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ അത്രയും വെയിറ്റ് ചെയ്യരുത്. അതിന് എത്രത്തോളം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് എന്ത് ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട രീതിയിലും ചില മാറ്റങ്ങളുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ഫീ അടയ്ക്കാൻ 2 ദിവസം കൂടെ ആസ് യൂഷ്വൽ തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 16-ാം തീയതി വരെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഫീ അടയ്ക്കാം. അതിൽ എന്തെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു വിൻഡോയും എന്ത് ചെയ്തിട്ടുണ്ട്? RRB തന്നിട്ടുണ്ട്. സോ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നത് പോലെ 17/8/2026 മുതൽ 26/8/2026 വരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് വരുത്താതിരിക്കുക. മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും വൃത്തിയായിട്ട്, ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യരുത്. RRBയുടെ പല സൈറ്റുകളും കുപ്രസിദ്ധമാണ്. അപ്പോൾ നമുക്കൊരു പുതിയ സൈറ്റൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇനി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേ ലെവൽ 6-ൽ വരുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെ ഇനീഷ്യൽ പേ 35,400 SM-ന് വളരെ സിമിലർ ആയിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. മുമ്പൊക്കെ ഇതെന്താണ്? സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുക? പ്രൊമോഷൻ കിട്ടി പോകുന്നവരും അല്ലെങ്കിൽ അതിന് മുമ്പ് ട്രാഫിക് അപ്രന്റീസ് ഒക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, അതിൽ നിന്നൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു? ഇപ്പോൾ അതൊരു സെപ്പറേറ്റ് ആക്കി റിക്രൂട്ട്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. SM-ന്റെ സ്റ്റേഷൻ മാസ്റ്റർ അതേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് തന്നെയാണ്. A2 കാറ്റഗറി ആണ് വേണ്ടത്. 20 മുതൽ 33 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആസ് ഓഫ് നൗ ഓൾ ഇന്ത്യ വേക്കൻസി എത്രയാണ്? 119 കുറവാണ് മക്കളെ. വേക്കൻസി കുറവ് തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്കൊരു വേക്കൻസി മതി. ഒരാളെങ്കിലും ഒരാൾ നമ്മൾ പഠിക്കുന്നത് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ എങ്ങനെയും കയറി പോകാൻ പറ്റുക എന്നുള്ളതായിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 20 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ
സ്റ്റേജ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. സാധാരണ RRB NTPC അല്ലെങ്കിൽ ALP ഒക്കെ പരീക്ഷകൾ പോലെ ഒന്നിൽ കൂടുതൽ ടയറുകളില്ല, ഒരൊറ്റ ടയറേ ഉള്ളൂ. സിംഗിൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണുള്ളത്. അത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലോട്ട് പോകും. SM-നൊക്കെ സ്റ്റേഷൻ മാസ്റ്റർ ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം, അല്ലെങ്കിൽ ALP പരീക്ഷയ്ക്കുള്ളൊരു എക്സാം ആണ്, എക്സ്ട്രാ ടെസ്റ്റ് ആണ് CBAT എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. പണ്ട് ഇതിനെ സൈക്കോമെട്രി ടെസ്റ്റ് എന്നൊക്കെയാണ് ചെയ്തിരുന്നത്, വിളിച്ചിരുന്നത്. സോ ബേസിക്കലി ഇതിപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളുടെ സിലബസിൽ വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതല്ലാതെ പല രീതിയിലുള്ള ഇതിനെ ബാറ്ററീസ് എന്നൊക്കെ പറയാം, 4-5 സെക്ഷനൊക്കെ ആയിട്ട് അതിനകത്ത് വരുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇങ്ങനെ ഒരു റൗണ്ട് കൂടി ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. CBAT-ലേക്ക് മൊത്തം വേക്കൻസിയുടെ 8 മടങ്ങ് ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. സോ CBAT ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങളെ DV ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. അത് കഴിഞ്ഞാൽ A2 സ്റ്റാൻഡേർഡിലുള്ള മെഡിക്കൽ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ഇത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ്ങും അപ്പോയിന്റ്മെന്റ് ഓർഡറുമാണ് അപ്പോയിന്റ്മെന്റ് ഓർഡറും ട്രെയിനിങ്ങും പിന്നെ പോസ്റ്റിംഗും ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബാക്കി പരീക്ഷ വെച്ച് നോക്കുമ്പോൾ 2 ടയർ ഇല്ല, ഒറ്റ ടയറേ ഉള്ളൂ. അതൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ സിലബസിലും വലിയ മാറ്റങ്ങളുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. പിന്നെ A2 കാറ്റഗറി എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പലരും ഇതിന് താഴെ വന്നിട്ട് ഞങ്ങളുടെ വിഷൻ ഇതാണ്, ഞങ്ങൾക്ക് ഇത് കിട്ടുമോ ഇല്ല എന്നുള്ള ചോദിക്കും. മക്കളെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അതിൽ ഒരിക്കലും അമച്വർ ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത, അറിവില്ലാത്ത ആളുകളുടെ കമന്റുകൾ നിങ്ങൾ അല്ലെങ്കിൽ അറിവ് സ്വീകരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം, ഇത് നിങ്ങളൊരു ഐ ഡോക്ടറെ കാണിക്കുക. നിങ്ങൾക്ക് A2 കാറ്റഗറിയിൽ നിങ്ങൾ പോസിബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ നേരെ പോയി ഒരു ഐ ഡോക്ടറെ അടുത്ത് പറയാം, സാർ എനിക്ക് ഇതൊക്കെയാണ് വേണ്ടത്, ഇതാണ് ഈ എക്സാമിന് വേണ്ടുന്ന ഇതിന് വേണ്ടുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് എനിക്കുണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് അവരുടെ റെക്കമെൻഡേഷനും അവരുടെ ഈ കാര്യത്തിലുള്ള സജഷനും മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സ്പെക്സ് വെച്ചവർക്കും ഒരു പരിധിവരെയൊക്കെ ഇത് പോസിബിൾ ആണ്. പക്ഷേ ഈ പറയുന്ന പോലെ പ്രൊവൈഡഡ് ഈ പറഞ്ഞ സംഭവം അവൈലബിൾ ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് പുറത്തായി എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല എന്നുള്ളതല്ല. അത് ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്പെക്സ് വെച്ചവർക്കും പോസിബിൾ ആണ്, പ്രൊവൈഡഡ് ഈ പറയുന്നത് എന്താ പറയുക, ഈ പറയുന്ന എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റിയ ആർക്കാണ്, ഒരു ഐ ഡോക്ടർക്കാണ്, ഐ സ്പെഷ്യലിസ്റ്റിനാണ്. ഇനി ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് ആൻഡ് EWS ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഞാൻ ജനറലിന് ഓൾറെഡി പറഞ്ഞു 20 മുതൽ 33 വയസ്സ് വരെയാണ്. അൺറിസർവ്ഡ് ആൻഡ് EWS ആണെങ്കിൽ 2/7/1993, അതിന് മുമ്പ് ജനിച്ചവരാവരുത്. നോൺ ക്രിമിനൽ ആണെങ്കിൽ 2/7/1990, SC/ST ആണെങ്കിൽ 2/7/1988, ബാക്കി എല്ലാവർക്കും എന്താണ് 1/7/2006 മുമ്പ് ജനിച്ചവരാവരുത് എന്നുള്ളതും എന്ത് ചെയ്യും, നോട്ട് ലേറ്റർ ദാൻ, സോറി ലോവർ ലിമിറ്റ് ആട്ടോ, അത് 2006 ശേഷം ജനിച്ചവരാവരുത്. 1/7/2006 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുമില്ല. ആദ്യം പറഞ്ഞത് അപ്പർ ലിമിറ്റ്, രണ്ടാമത് പറഞ്ഞത് ലോവർ ലിമിറ്റ്. അതും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 500 രൂപയാണ് RRB ഇതിന് ഫീസായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ എന്നിവർക്കെല്ലാം 250 രൂപയാണ്. ഇതിൽ ഈ 500 രൂപ അടയ്ക്കുന്നതിൽ നിന്ന് 100 രൂപ RRB ഫീസായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി 400 രൂപ എക്സാം കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. കുറേ പേർക്കൊക്കെ ഇതിന്റെ പ്രോസസ്സ് അറിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. സോ 400 രൂപ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് വരും. 250 രൂപ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ, അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലൊക്കെ പെടുന്നവർക്ക് നിങ്ങൾ അടച്ച് 250 രൂപ തന്നെ എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. പക്ഷേ ഒരു കുഞ്ഞു കണ്ടീഷൻ ഉണ്ട്, പരീക്ഷ നിങ്ങൾ എഴുതണം. നിങ്ങൾ അപ്ലൈ ചെയ്തു, എന്നിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ പോയില്ല എങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും റീഫണ്ട് കിട്ടില്ല. പരീക്ഷ എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഓൺ അപ്പിയറിംഗ് ഇൻ CBTയിൽ അപ്പിയർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ, നിങ്ങൾക്ക് ഇത് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. ഇനി ഈ CBTയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 100 ചോദ്യങ്ങളാണുള്ളത്, 120 മിനിറ്റ് ആണുള്ളത്, 1/3 നെഗറ്റീവ് മാർക്കിംഗ് ആണുള്ളത്. ഇനി സിലബസിലെ മാറ്റം എന്നുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അതിന്റെ ഡിസ്ട്രിബ്യൂഷനുള്ള മാറ്റം. അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി ആണ് 60 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ലോജിക്കൽ കേപ്പബിലിറ്റി ആണ് 20 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. മെന്റൽ റീസണിംഗ് ആണ് 20 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 100 ചോദ്യങ്ങൾ 120 മാർക്കാണ് വരുന്നത്. ഇനി എന്താ ഈ അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ QA തന്നെയാണ്. അതായത് നമ്പർ സിസ്റ്റം, റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന നമ്മുടെ നോർമൽ QA അല്ലെങ്കിൽ മാത്സ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൽ എക്സ്ട്രാ വരുന്ന നോക്കി കഴിഞ്ഞാൽ അതും QAയിലും റീസണിംഗിലൊക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് ഡാറ്റ അനാലിസിസ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, DA എന്നൊക്കെ നമ്മൾ പറയും. ഗ്രാഫുകളും ചാർട്ടുകളൊക്കെ വെച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ വെൻ ഡയഗ്രം ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റ സഫിഷ്യൻസി, ഡാറ്റ അറേഞ്ച്മെന്റ്, ഇതെല്ലാം എന്താണ് മാത്സും റീസണിംഗും എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ പറയാം, ഇതിപ്പോൾ നമ്മൾ മാത്സിന്റെയും അവർ അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മാത്സിനും റീസണിംഗ് എന്നുള്ള കുറച്ച് ടോപ്പിക് വന്നു. ഇനി റീസണിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ടോപ്പിക്സും എന്തുണ്ട് അവിടെ തന്നെ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ബൈനറി ലോജിക്, സിലോജിസം, ക്ലോക്സ് ആൻഡ് കലണ്ടർ, അസംഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ, ബ്ലഡ് റിലേഷൻ എന്നിങ്ങനെയുള്ള റീസണിംഗിന്റെ ടോപ്പിക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാതെ വരുന്ന ഒരെണ്ണാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇതും ഇംഗ്ലീഷിലെ അതേ റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ്. SSC പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ള അതേ റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. അതായത് ബേസിക്കലി ഇതിന്റെ സിലബസ് നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻ മാത്രം ഉണ്ട്.
ഉണ്ട് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചുരുക്കി പറയാനായിട്ട് പറ്റും. എന്നില്ല GK ഇല്ല, ഇംഗ്ലീഷിലെ ബാക്കി ടോപ്പിക്കുകൾ ഒന്നും തന്നെ ഇല്ല, ഫ്രേസോ മറ്റേ ഗ്രാമറോ വൊക്കാബുലറി ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റീഡിംഗ് കോമ്പ്രിഹെൻഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ സിമ്പിൾ സിലബസ് ആണ് ഞാൻ പറയുന്നതെങ്കിൽ. കോമ്പറ്റീഷൻ വളരെ ഹൈ ആണെങ്കിൽ കൂടെ സിലബസ് വളരെ സിമ്പിൾ ആണ്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷിലെ കോമ്പ്രിഹെൻഷൻ ഇത് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും പഠിച്ച് എന്ത് ചെയ്തു, ഇതിന്റെ സിലബസ് കഴിഞ്ഞു എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് പറ്റും. 1-2 എക്സ്ട്രാ ടോപ്പിക്കുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആസ് യൂഷ്വൽ പഠിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് സിലബസിൽ. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ടോപ്പിക്സ് ലിസ്റ്റഡ് എബവ് ആർ ഇല്ലുസ്ട്രേറ്റീവ് ആൻഡ് നോട്ട് നെസസറിലി എക്സോസ്റ്റീവ്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ടോപ്പിക്സ് ലിസ്റ്റഡ് എബവ് ആർ ഇല്ലുസ്ട്രേറ്റീവ്. ഇത് മേലെ കൊടുത്തിട്ടുള്ള എന്താണ്, ഉദാഹരണങ്ങളായി കൊടുത്തിട്ടുള്ളതാണ്. നോട്ട് നെസസറിലി എക്സോസ്റ്റീവ്. ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്നുമല്ല, ഇത് കംപ്ലീറ്റ് ലിസ്റ്റ് ആണെന്ന് ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. ഇതിന് പുറത്തുനിന്നും എന്ത് ചെയ്യാം, അവർക്ക് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ള ഒരു സാധനം കൂടി, ഒരു കണ്ടീഷൻ സപ്ലൈ ഇട്ട് വെക്കൂലേ, അതുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ RRB കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി RRBയുടെ ഡിഫറെന്റ് വെബ്സൈറ്റ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഞാനൊരു പുതിയ ഇൻഫർമേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. RRBകളുടെ എല്ലാ പല RRBകളുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുന്നത് മാറ്റിക്കൊണ്ട് RRB ഒരു ഏകീകൃത വെബ്സൈറ്റ്, ഒരു യൂണിഫൈഡ് വെബ്സൈറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ലിങ്കാണ് ഇന്ത്യനോ, ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ അതോ RIL എന്റർവിൽ RAI കൂടെ ഉണ്ട്. എന്തായാലും ഞാൻ അതിന്റെ കറക്റ്റ് ലിങ്ക് നോക്കിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കാം. എന്നിങ്ങനെ ഒരു വെബ്സൈറ്റ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു വെബ്സൈറ്റ് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൽ കയറിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഈ പറയുന്ന പോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പതുക്കെ ഈ പറയുന്ന പോലെ ഓരോരോ ഇൻഡിവിജ്വൽ RRBകൾക്ക് അനുസരിച്ചുള്ള വെബ്സൈറ്റുകൾ എന്ത് ചെയ്യണം, RRB സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതുവരെ സ്റ്റോപ്പ് ആയിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോൾ അതിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഏകീകൃത വെബ്സൈറ്റ്, ഒരു യൂണിഫൈഡ് വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇനി ഇതാണ് വേക്കൻസീസിന്റെ എണ്ണം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കി അസസ് ചെയ്ത് ഈ പറയുന്ന പോലെ 1-2 വേക്കൻസി ആണെങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ഈ പരീക്ഷ എഴുതണം, സ്കിപ്പ് ചെയ്യരുത്. എപ്പോഴാണ് ഏതിലാണ് നമുക്ക് വെച്ചിരിക്കുന്നത്, നമുക്ക് കിട്ടാൻ പോകും, നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ RRB മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളാണെങ്കിൽ ഇംഗ്ലീഷ് കോമ്പ്രിഹെൻഷൻ എക്സ്ട്രാ നോക്കിയാൽ മതി. SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കോഴ്സ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അക്കാഡമീസിന്റെ കോഴ്സ് അതിൽ അവൈലബിൾ ആണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ 8891489498 എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ കോൺടാക്ട് ചെയ്യാം. 9495155105 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിളിക്കുകയും ചെയ്യാം. ഇത് കോൾ ഓൺലി നമ്പറാണ് മക്കളെ. ഈ ആദ്യത്തെ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പും ചെയ്യുകയും ചെയ്യാം. ഇനി ഈ സെക്ഷൻ കൺട്രോളറിന്റെ സിലബസിന്റെ വല്ല ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നിരിക്കലും ഇതിങ്ങനെ ഒരു സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് വേറെ ടോപ്പിക്കൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് എന്താ ഈ സംഭവം എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ആടെ കമന്റ് ചെയ്തോളൂ. അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്ത് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ നോട്ടിഫിക്കേഷനിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും താഴെ എന്ത് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ചോ വാട്സപ്പിലോ മെസ്സേജ് അയക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ്, ഭയങ്കരമായ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളൊരു പോസ്റ്റാണ്. 6 മണിക്കൂർ ഒരു ദിവസം ജോലിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര കിടിലാണ്. ഡിവിഷൻ ഓഫീസിലാണ്, നിങ്ങൾക്ക് ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് എന്ത് ചെയ്യാം, സെറ്റിൽഡായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ഒരു കിടിലൻ സർക്കാർ ജോലി. റെയിൽവേയിൽ പലരും നോട്ട് ഇടുന്ന ഒരു സർക്കാർ ജോലി കൂടിയാണ് എന്ന് പറയുന്ന സെക്ഷൻ കൺട്രോൾ ജോലി എന്ന് പറയുന്നത്. കാരണം എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പേര് എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. SMK ആയിട്ട് കയറിയിട്ട് ഇവിടെ എത്താൻ ശ്രമിക്കുന്ന ആളുകൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. സോ അങ്ങനെ പലരും എന്താ പറയുക, കൊതിയോടെ നോക്കി കാണുന്ന ഒരു പോസ്റ്റാണ്. അതിലേക്കാണ് RRB ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. സോ അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുന്നു. കാരണം ഇതിന്റെ പ്രൊമോഷൻസും കുറച്ചുകൂടെ സാധ്യതകൾ കൂടുതലാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെപ്പോൾ തന്നെ കൊതിപ്പിക്കുന്നില്ല. ഇതിന്റെ പ്രൊമോഷണൽ സാധ്യതകളും കുറച്ചുകൂടെ കൂടുതലാണ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി പോകാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. കൂടുതൽ ഡാറ്റ ഞാൻ ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായി പഠിക്കുക, കിട്ടട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ പറയുന്ന പോലെ ഈ പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.